ഇന്നലെ രാത്രിയിൽ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. നല്ല ഭൂമിയൊക്കെ തണുത്ത് അന്തരീക്ഷമൊക്കെ നല്ല തണുപ്പായിരുന്നു. രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയായിരുന്നു. പക്ഷെ നേരം വെളുത്ത് ഞാൻ ഗാർഡനിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോഗൻവില്ലകളൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഒരു ഭംഗിയില്ലാത്തോളം നിൽക്കുമായിരുന്നു കേട്ടോ. വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾക്കടെ ഭംഗിയൊക്കെ പോകുമല്ലോ, എല്ലാം ഇങ്ങനെ വെള്ളം മുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ബോഗൻവില്ലയൊക്കെ മാറ്റി വെക്കണം. പക്ഷെ മറ്റുള്ള ചെടികൾക്കും മഴ പെയ്തപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാകും ബോഗൻവില്ല ഒഴിച്ച്. അപ്പോൾ അടുപ്പിച്ച് മഴയാണെങ്കിൽ ഇത് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ എൻ്റെ ഒരു വിങ്ക റോസ് ഇവിടെ മുളച്ച് നിൽക്കണ്ട കേട്ടോ. ടൈലിലായതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കളറാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കപ്പോൾ നട്ട് നോക്കാം. ചിലപ്പോൾ കളർ മാറിയൊക്കെ വരാറുണ്ട്, പരാഗണം വഴി കളർ മാറിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും നട്ട് നോക്കാം, ഏത് കളറാന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നട്ട് ഞാൻ ഒരു കാലിച്ചട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ നട്ട് ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ച് ഞാൻ തണലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൂവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് അറിയാം ഏത് കളറാന്ന്. ഇന്നലെ രാത്രിയിൽ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. നല്ല ഭൂമിയൊക്കെ തണുത്ത് അന്തരീക്ഷമൊക്കെ നല്ല തണുപ്പായിരുന്നു. രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയായിരുന്നു. പക്ഷെ നേരം വെളുത്ത് ഞാൻ ഗാർഡനിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോഗൻവില്ലകളൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഒരു ഭംഗിയില്ലാത്തോളം നിൽക്കുമായിരുന്നു കേട്ടോ. വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾക്കടെ ഭംഗിയൊക്കെ പോകുമല്ലോ, എല്ലാം ഇങ്ങനെ വെള്ളം മുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ബോഗൻവില്ലയൊക്കെ മാറ്റി വെക്കണം. പക്ഷെ മറ്റുള്ള ചെടികൾക്കും മഴ പെയ്തപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാകും ബോഗൻവില്ല ഒഴിച്ച്. അപ്പോൾ അടുപ്പിച്ച് മഴയാണെങ്കിൽ ഇത് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ എൻ്റെ ഒരു വിങ്ക റോസ് ഇവിടെ മുളച്ച് നിൽക്കണ്ട കേട്ടോ. ടൈലിലായതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കളറാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കപ്പോൾ നട്ട് നോക്കാം. ചിലപ്പോൾ കളർ മാറിയൊക്കെ വരാറുണ്ട്, പരാഗണം വഴി കളർ മാറിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും നട്ട് നോക്കാം, ഏത് കളറാന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നട്ട് ഞാൻ ഒരു കാലിച്ചട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ നട്ട് ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ച് ഞാൻ തണലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൂവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് അറിയാം ഏത് കളറാന്ന്.